നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 751st day. Today 31st ശ്ലോക of Pradhamaskanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 751 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാസ്ത്ര തേജസ്തു തയോസ്ത്രീം ലോകാൻ പ്രദഹന്മഹത് ദഹ്യമാനാ പ്രജാ സർവാ സാംവർത്തകമമം സദാ. ഓം തത്സത്. ദൃഷ്ട്വാത്ര തേജസസ്തു തയോസ്ത്രീം ലോകാൻ പ്രദഹന്മഹത് ദഹ്യമാനാ പ്രജാ സർവാ സാംവർത്തകമമം സദാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ദൃഷ്ട്വാ അസ്ത്ര തേജ തു തയോ ത്രീൻ ലോകാൻ പ്രദഹത് മഹത് ദഹ്യ ആന പ്രജാ സർവ സാംവർത്തക അമംസത. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. തയോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെയും, മഹത്തായ അസ്ത്രതേജ തു എന്ന് പറഞ്ഞാൽ അസ്ത്രതേജസ്സാവട്ടെ ത്രീൻ ലോകാൻ 3 ലോകങ്ങളെയും പ്രദഹത് ഏറ്റവും ദഹിപ്പിക്കുന്നതായിട്ട് ദൃഷ്ട്വ കണ്ടിട്ട് ദഹ്യമാന ദഹിപ്പിക്കപ്പെടുന്നവരായ പ്രജ സകല ജനങ്ങളും സാംവർത്തക അതായത് പ്രളയാഗ്നിയാണെന്ന് അമംസത വിചാരിച്ചു. ഈ അർജുനൻ അയച്ച ബ്രഹ്മാസ്ത്രവും ആദ്യമായി അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രവും രണ്ടും കൂടി ചേർന്ന് അഗ്നിഗോളം മാതിരി സൂര്യനും അഗ്നിയും ചേർന്ന മാതിരി പ്രകാശിച്ച് എല്ലാവരെയും പ്രജകളെ മുഴുവൻ ദഹിപ്പിക്കുവാൻ സർവ്വജീവജാലങ്ങളെയും ദഹിപ്പിക്കുന്നത് കണ്ടിട്ട് ദഹിപ്പിക്കുന്ന ഈ പ്രജകളൊക്കെ വിചാരിച്ചു, ജീവജാലങ്ങൾ വിചാരിച്ചു അത്രേ പ്രളയാഗ്നി തുടങ്ങിയിരിക്കുകയാണ്, പ്രളയാഗ്നിയാണ് ഇപ്രകാരം നമ്മളെ ദഹിപ്പിക്കുന്നത് എന്ന് എല്ലാ പ്രജകളും എല്ലാ ജീവജാലങ്ങളും സർവ്വപ്രാണികളും പ്രളയകാലത്തിലെ അഗ്നിയാണെന്ന് വിചാരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. രണ്ടുപേരും എന്ന് പറയുന്നത് ഇവിടെ ത്വയ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, തയോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, അതായത് രണ്ടുപേരുടെയും അവർ രണ്ടുപേര് അശ്വത്ഥമാവും അർജുനനുമാണ്. മഹത്തായ അസ്ത്ര തേജസ് കൊണ്ട് എല്ലാ ജീവജാലങ്ങളും ചൂടുകൊണ്ട് അസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നവരായി. അപ്പോൾ അവരൊക്കെ പ്രളയകാലത്തെ അഗ്നിയാണോ ഈ ഞങ്ങളെയൊക്കെ ദഹിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത്രയ്ക്കും അതിഭയങ്കരമായിട്ടുള്ള അസ്ത്രമാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന ആറ്റാം ബോംബ് എന്ന് പറയുന്നത് മാതിരിയുള്ള ഏറ്റവും മാരകമായിട്ടും ശക്തിയേറിയതുമായിട്ടുള്ള അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. അത് അറ്റകൈക്ക് ഉപയോഗിക്കുന്നതാണ്. അത് ഉപയോഗിക്കുന്നവർക്ക് അത് സംഹരിക്കാനും അറിയണം, ഇല്ലെങ്കിൽ അത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് അത് സംഹരിക്കുവാൻ അശ്വത്ഥമാവിന് അറിയില്ല. അർജുനനെ മാത്രം നശിപ്പിച്ച് അതിനെ സംഹരിപ്പിക്കുവാൻ അശ്വത്ഥമാവിന് അറിയില്ല. അതുകൊണ്ടാണ് അർജുനനോട് നീ വീണ്ടും ഒരു ബ്രഹ്മാസ്ത്രത്തെ അയച്ച്
ഈ ബ്രഹ്മാസ്ത്രത്തെയും രണ്ടിനെയും ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് സംഹരിക്കൂ, ഇല്ലാതാക്കാനാണ് പറയുന്നത്. അസ്ത്രമയച്ച് അശ്വത്ഥാമാവിനെ വധിക്കാനല്ല, ഈ 2 ബ്രഹ്മാസ്ത്രത്തെ അയച്ച് മറ്റേ ഈ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തോടു കൂടി അർജുനൻ്റെ ബ്രഹ്മാസ്ത്രവും ചേർന്നിട്ട് 2 അസ്ത്രങ്ങളും ചേർന്ന് സംഹരിക്കുവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം ചെയ്യുവാൻ വേണ്ടി അർജുനൻ ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ഉണ്ടായ സ്ഥിതിവിശേഷമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ശ്ലോകം ഒരിക്കൽ കൂടി. ദൃഷ്ട്വാസ്ത്ര തേജസ്തു തയോ സ്ത്രീം ലോകാൻ പ്രദഹൻ മഹത് ദഹ്യമാന പ്രജാ സർവ സാംവർത്തക മമം സദാ. ഓം സത് സത് ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.